ജീവനക്കാരുടെ ശമ്പളം തടയപ്പെടാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും വകമാറ്റി ചിലവഴിക്കലുമാണെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഷിനോയ് ജോർജ് വിവിധ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് എൽദോ വർഗീസിന്റെ അധ്യക്ഷതയിലാണ് വിവിധ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. ജീവനക്കാരുടെ ശമ്പളം തടയപ്പെടാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും വകമാറ്റി ചിലവഴിക്കലുമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഷിനോയ് ജോർജ് പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാറുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും കുടിശ്ശികയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ഇങ്ങനെ ഭരിക്കാനാണെങ്കിൽ ഈ സർക്കാർ എന്തിനാണ് ഭരിക്കുന്നത്? ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണം. KATF ജില്ലാ സെക്രട്ടറി KA നൌഷാദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ മാസം ഓരോ ജീവനക്കാരും പ്രത്യേകിച്ച് മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് അടക്കം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തുച്ഛമായ കാശേ കിട്ടാറുള്ളൂ. ആ ജീവനക്കാർക്ക് ഇന്ന് ആ കാശ് പോലും കിട്ടാത്ത ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ഭരണത്തിന്റെ ഒരു നേട്ടമായി തന്നെ അവർക്ക് പറയേണ്ടി വരും. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളമില്ലാത്ത ഒരു മാസം കടക്കുക. NGO അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി EP ജയൻ, KATF പെരുമ്പാവൂർ ഉപജില്ലാ പ്രസിഡന്റ് VP അബൂബക്കർ മാസ്റ്റർ, GB മാത്യു, KY എൽദോ, മനോജ് S വാര്യർ, അനിൽ, പോൾ MD എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.